അങ്ങനെ നമ്മുടെ സുഭാഷ് ഏട്ടൻ കല്യാണക്കാരിയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിധിയോട് വേഗം വീട്ടിലേക്ക് എത്താൻ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധി പറയുന്നുണ്ട് സുഭാഷ് ഏട്ടൻ വിഷമിക്കേണ്ട, ഞാൻ വന്ന് വീടൊക്കെ വൃത്തിയാക്കി കിട്ടോളാം, ഇപ്പോൾ സുഭാഷ് ഏട്ടനോട് പോയിക്കോളാൻ പറയുന്നുണ്ട്. എന്തായാലും നിധി വേഗം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. സുധീഷിനെയും നേരത്തെ വരാൻ പറയുന്നുണ്ട്. സുധീഷും നിധി വിളിച്ചപാടെ വേഗം ഓടി വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധി വീട് മുഴുവനും ക്ലീൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് വിചാരിക്കുന്നുണ്ട് ഇവളിപ്പോൾ എന്തിനാ അതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും വേഗം നിധി അടുക്കളയിലേക്ക് ചെന്നിട്ട് പാത്രങ്ങളൊക്കെ ഒതുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ഞെണിങ്ങിയ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പുതിയ പാത്രങ്ങൾ വാങ്ങണമെന്ന്, പക്ഷേ നേരം കിട്ടില്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ സുധീഷിനോട്. എന്തായാലും സുധീഷിന് കൊട്ടത്തലത്തേക്ക് കുറേ പാത്രങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ സുധീഷിനോട് കഴുകാൻ പറയുന്നത്. സുധീഷ് പറഞ്ഞു ഞാനും നിങ്ങൾ തന്നെ വേഗം ക്ലീൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയമാകുമ്പോഴേക്കും അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഹരീഷും നികേഷും കയറി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി ഓടിപ്പോണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് സുധീഷും വരുന്നുണ്ട്. ഒരു മൂന്നാളോട് നമ്മുടെ നിധി പറയുന്നുണ്ട് ഇന്ന് നമ്മുടെ ഏട്ടന് കല്യാണം പെണ്ണ് ഇങ്ങോട്ട് കാണാൻ വരുന്നുണ്ട് കല്യാണം വീട്ടുകാർ, അതുകൊണ്ട് വീട് മൊത്തം വേഗം ഒന്ന് ക്ലീൻ ആക്കാൻ നോക്കി കുറച്ച് ബേക്കറി സാധനമൊക്കെ വാങ്ങി വരാൻ പറയുന്നത് നമ്മുടെ സുധീഷിനോട്. സുധീഷ് വിചാരിക്കേണ്ടത് ബേക്കറി സാധനം വാങ്ങാനുള്ള ബഡ്ജറ്റൊക്കെ കൂടുതലാണോ, എൻ്റെ അടുത്ത് ഇപ്പോൾ അത്ര പൈസ ഇല്ല. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയേണ്ട ഹരീഷ് നീ പോയി വാങ്ങിയിട്ട് വന്നോ. ആ സമയത്ത് ഹരീഷ് എന്താ നിങ്ങൾക്ക് വാങ്ങിയിട്ട് വന്നാന്ന് ചോദിക്കേണ്ടത് നമ്മുടെ നിധി സുധീഷിനോട്. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട് ഹരീഷ് ആണെങ്കിൽ കുറച്ച് നേരെ വാങ്ങിയിട്ട് വരും, ഞാൻ ചില സാധനങ്ങൾ മറക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നികേഷ് പറഞ്ഞു അതൊന്നല്ല എടുത്തി സുധീഷ് ഏട്ടന് പൈസ ചിലവാവുള്ളൂ എന്നുള്ള പേടിയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഹരീഷ് പറയുന്നുണ്ട് ഞാൻ പോയി വാങ്ങിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഹരീഷ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നിധി വേഗം ഫ്രണ്ട് റൂമൊക്കെ അടിച്ചോരനും ക്ലീനൊക്കെ ആക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഫോൺ കോൾ വരുന്ന സമയത്ത് അവൻ പറയുന്നത് ഓ എൻ്റെ ഗായുവാണ്, ഗായുവാ വിളിക്കണേ. ഏത് ഗായു എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളെ നീതി. നമ്മൾ ബസ് സ്റ്റാൻഡിൽ പരിചയപ്പെട്ടില്ലേ ആ പെൺകുട്ടി, അവളെന്നെ വിളിക്കുന്നുണ്ട് എന്ന്. ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് ഇങ്ങനെ ഓരോന്ന് നമ്മുടെ നീതി കേൾക്കുക ചില വെറുതെ ഓരോന്ന് ഇങ്ങനെ നിധീനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗായത്രി പറയുന്നുണ്ട് നമുക്ക് വൈകുന്നേരം ഒന്ന് മീറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട്. അയ്യോ ഒന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ട്, നമുക്ക് നാളെ രാവിലെ ബസ് സ്റ്റാൻഡിൽ തന്നെ മീറ്റ് ചെയ്യാം. എന്തായാലും നമ്മുടെ ഗായത്രി പറയുന്നുണ്ട് സുധീഷിൻ്റെ വോയിസ് ഫോണിൽ കൂടെ നല്ല സോഫ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സുധീഷ് ഇതൊക്കെ നിധീനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് നിധിയുടെ മുന്നിൽ ആക്ഷൻ കാണിക്കണം. നിധിയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ചൂല അവിടെ ഇട്ടിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷും ഗായത്രി ഫോൺ കട്ടാക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ നിധി ഭാസ്കരനോട് എല്ലാം പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ പറയുന്നുണ്ട് ഈ അവസാന മിനിറ്റാണ് എന്നോട് പറയുക, അവർ ഈ വഴി എത്തിയിട്ടാണോ എന്നോട് പറയാമെന്ന് പറയുന്നത്. ആ സമയത്ത് നിധി പറയുന്നത് ഞങ്ങളോട് തന്നെ ഇപ്പോഴാണ് സുഭാഷ് ഏട്ടൻ പറഞ്ഞത്, ഇതുവരെ ഞങ്ങളോട് ഒരു കാര്യം മുണ്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് ഭാസ്കരനോട് പറയുന്നുണ്ട് എന്നാൽ നിങ്ങളാണ് ഇതിൻ്റെ മുന്നിൽ നിന്നിട്ട് എല്ലാം നടത്തി കൊടുക്കേണ്ടത്, എന്നാൽ അപ്പോൾ സുഭാഷ് ഏട്ടന് ഈ പണിക്ക് നിൽക്കില്ലല്ലോ, നിങ്ങളുടെ മേലെ എല്ലാ കുറ്റം വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങളുടെ മേലേക്കായോ കുറ്റം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നത് ഇനിയിപ്പോൾ തല്ലൂടൽ വേണ്ട, അവർ എത്താറായില്ലേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ പറഞ്ഞ പോലെ തന്നെ അവർ എത്തുന്നുണ്ട്. നമ്മുടെ ബ്രോക്കർ അവരെ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ പേടിച്ച് പറിച്ചിട്ട് ഈ രണ്ടാം കല്യാണം ഇവരോട് പറഞ്ഞിട്ടില്ല, എങ്ങനെയാണ് പറയാമെന്നറിയാതെ ഇങ്ങനെ വറച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നത് ഏട്ടൻ എന്തിനാ പുറത്ത് നിൽക്കണമെന്ന് പറയുന്നുണ്ട്. ഒന്നുമില്ലടാന്ന്, അവർ വന്നോളൂ, എന്താ ഏട്ടന് പേടിയുണ്ട്, അവർക്ക് വീട് ഇഷ്ടപ്പെടില്ല എന്ന്. നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നാലും അവരൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. ഇരുത്തിയിട്ട് എല്ലാവരും ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ പറയുന്നുണ്ട് പോയി ചായ എടുത്തിട്ട് വായ മോളെ നിധി എന്ന് പറയുന്നുണ്ട്. നിധി വേഗം ചായയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അവരൊക്കെ കുടിക്കുന്നുണ്ട്. നമ്മുടെ പെണ്ണാണെങ്കിൽ എല്ലാ റൂമും പോയി നോക്കുന്നുണ്ട്. ആദ്യത്തെ റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട് നിധി. അപ്പോൾ പറയുന്നത് ഇത് എൻ്റെ റൂമാണ്. രണ്ടാമത്തെ റൂം കാണിച്ചു കൊടുക്കുമ്പോൾ അതിലൊരു സാധനവും ഇല്ലാത്ത സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട് ഇപ്പോൾ കല്യാണം ആകുമ്പോഴേക്കും ഞങ്ങൾ എല്ലാ സാധനവും വാങ്ങിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട് ഇവരൊക്കെ ആരാന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സുഭാഷേട്ട എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ നിധി ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആരാന്ന് പറയുമ്പോൾ ഞാൻ പെണ്ണിൻ്റെ അമ്മ അച്ഛൻ, അപ്പുറത്തിരിക്കുന്നത് എഴുത്തിയമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരാരാന്ന് ചോദിക്കുന്നത് നമ്മുടെ സുധീഷ് പെണ്ണിൻ്റെ ചേച്ചിയാണോ അതോ എഴുത്തിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇതാണ് പെണ്ണ് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഞെട്ടുണ്ട്. ഇതോ അതന്നെ പെണ്ണ്, ഇവൾക്ക് രണ്ടാമത്തെ കല്യാണമാണ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പെണ്ണ് വീട് കാണാൻ വരവ് പതിവില്ലല്ലോ, ഇതെന്താ ആദ്യമായിട്ടാണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ രണ്ടാം കല്യാണമല്ലേ, ആദ്യത്തെ കല്യാണം ഞങ്ങൾ എല്ലാ ആചാരപ്രകാരം ചെയ്തു, പക്ഷേ ഒന്നും ശരിയായില്ല, അതുകൊണ്ട് ഇതാണ് ഈ പെണ്ണിന് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം പോയാൽ മതിയല്ലോ മുന്നോട്ട് വിചാരിച്ചിട്ട്, ഇനി ഈ കല്യാണത്തിന് ഒരു പ്രശ്നം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാന്നൊക്കെ പറയുന്നത്. ഭാസ്കരനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് രണ്ടാം കല്യാണം എന്നൊക്കെ കേൾക്കുന്ന സമയത്ത്. ആ സമയത്ത് നമ്മുടെ സുധീഷ് ചോദിക്കുന്നത് ഡൈവേഴ്സ് കഴിഞ്ഞോ ചോദിക്കുന്നുണ്ട്. ഇല്ല 2-3 മാസത്തിൽ ഡൈവേഴ്സ് കിട്ടും, അപ്പോഴേക്കും നമുക്ക് എൻഗേജ്മെൻറ്റ് നടത്തി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, അത് കഴിഞ്ഞാൽ കല്യാണം നടത്താലോ വിചാരിച്ചിട്ടാണെന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നിധിക്കും നികേഷിനും ഹരീഷിനും ഒക്കെ സങ്കടമുണ്ട്. എല്ലാവർക്കും സങ്കടപ്പെട്ടിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങളോട് ഇതൊന്നും ഏട്ടൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇപ്പോഴാണ് ഇതൊക്കെ കേൾക്കണം, അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ടെന്ന് പറയുന്നത്. നിധി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പെണ്ണ് പറയുന്നുണ്ട് എൻ്റെ സെക്കൻഡ് മാരേജാണ്, ഞങ്ങൾ തമ്മിൽ ആദ്യം ലവ് മാരേജ് ആണെന്നു, ഞാൻ അന്ന് നിങ്ങളുടെ ഏട്ടനെ കണ്ടപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി ഇങ്ങനെ തലയൊക്കെ കുളിക്കുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരൻ ചോദിക്കുന്നത് നിങ്ങളുടെ പ്രായം എത്രയാണ് ചോദിക്കട്ടെ, 35 എന്ന് ചോദിച്ചിട്ട് ഭാസ്കരൻ ഞെട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത് അച്ഛൻ ഞങ്ങൾ തമ്മിൽ ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ചതാണ്, ഇപ്പം അതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് പറയുന്നത്. എന്തായാലും പെണ്ണിന് വീട്ടുകാർ പറയുന്നത് നമുക്ക് ഈ വെള്ളിയാഴ്ച നിശ്ചയം വെച്ചാലോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ വീട്ടിലത്തെ മൂത്ത ആൾ അച്ഛൻ പറയോ ഈ വെള്ളിയാഴ്ച നിശ്ചയം വെച്ചാലോ എന്ന് ചോദിക്കുന്നത്.
വിഷമിക്കുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ ഇതുവരെ എത്തിയേ, എനിക്കിനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് നീച്ച് പോകുന്നുണ്ട്. കാരണം അവന് ഈ കല്യാണം ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.